യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ വലിയ സന്തോഷം നാം പങ്കുവയ്ക്കുന്ന ഈ വേളയിൽ ഏവർക്കും സമാഗതമാകുന്ന തിരുപ്പിറവിയുടെ നന്മ നിറഞ്ഞ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. ക്രിസ്മസ് അത് വെറും ഒരു ആഘോഷമല്ല, മറിച്ച് ദൈവസ്നേഹത്തിന്റെ വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച സ്നേഹത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. തന്റെ ജനത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനായി ദൈവം നമ്മെ തേടിയിറങ്ങിയ സുദിനമാണിത്. ക്രിസ്മസിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. നമ്മുടെ ഏകാന്തതയിലും പ്രതിസന്ധികളിലും നാം തനിച്ചല്ലെന്നും ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുമുള്ള വലിയ പ്രത്യാശയാണ് ഇത് നമുക്ക് നൽകുന്നത്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് മാലാഖന്മാർ ആശംസിച്ച സമാധാനം, ലോകത്തിന് നൽകാൻ കഴിയാത്തത് ആ ഒരു സമാധാനമാണ് യേശു നമുക്ക് നൽകിയത്. നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും സമാധാനം സ്ഥാപിക്കുന്നവരാകുവാൻ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അശാന്തി നിറഞ്ഞ ഈ ലോകത്ത് സമാധാനത്തിന്റെ ദൂതന്മാരാകാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവരുടെ പകയും വിദ്വേഷവും വെടിഞ്ഞ് ക്ഷമിക്കാനും സ്നേഹിക്കാനും ഈ ക്രിസ്മസ് നമ്മെ പ്രേരിപ്പിക്കട്ടെ. ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ് ക്രിസ്മസ്. യോഹന്നാൻ 3:16 പറയുന്നു, തന്നെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം തന്റെ ഏകജാതിനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അതെ, തന്റെ ഏകജാതിനെ ദൈവം ലോകത്തിന് നൽകിയതിന്റെ പെരുന്നാളാണ് ക്രിസ്മസ്. അത് നൽകലിന്റെ ഉത്സവമാണ്. നാം നമ്മുടെ സന്തോഷങ്ങൾ മറ്റുള്ളവരുമായി, പ്രത്യേകിച്ച് ദരിദ്രരും കഷ്ടതയനുഭവിക്കുന്നവരുമായി പങ്കിടുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്മസ് നമ്മുടെ ഹൃദയങ്ങളിൽ സംഭവിക്കുന്നത്. ഈ സ്നേഹം ഏറ്റുവാങ്ങിയ നമ്മൾ അത് മറ്റുള്ളവരിലേക്ക്, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്ക് പകരാൻ കടപ്പെട്ടവരാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ആട്ടിടയന്മാരോട് മാലാഖ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ഈ വലിയ സന്തോഷം ക്രിസ്മസ് ദിനങ്ങളിലും ഒപ്പം വരും കാലങ്ങളിലും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രകാശമേകുന്ന ഒരു നക്ഷത്രമായി മാറട്ടെ. നമ്മുടെ വീടുകളിൽ നാം ഒരുക്കുന്ന നക്ഷത്രങ്ങളും പുൽക്കൂടുകളും പുറമേയുള്ള അലങ്കാരങ്ങൾ മാത്രമാകാതെ നമ്മുടെ ഹൃദയങ്ങളെ ഒരു പുൽക്കൂടാക്കി മാറ്റാം. അവിടെ വിനയവും സ്നേഹവും സമാധാനവും നിറയട്ടെ. ഈ ക്രിസ്മസ് വെളിച്ചം വരും കാലങ്ങളിലും നമ്മുടെ പാതകളിൽ പ്രകാശിതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.